ഈ കോഴ്സുകൾക്ക് ഈ ഒരു ഡേറ്റിനുള്ളിൽ നമ്മുടെ നീറ്റ് റിസൾട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റേജ്. അപ്പോൾ ഫൈനലായിട്ട് വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിലേക്ക് നമ്മളെ പരിഗണിക്കുക. നിങ്ങൾക്ക് സ്വന്തമായി തന്നെ ഒരു മൊബൈൽ യൂസ് ചെയ്ത് ഈ ഒരു 4 സ്റ്റേജിലൂടെ നിങ്ങളുടെ നീറ്റ് റിസൾട്ട് സബ്മിറ്റ് ചെയ്യാം. അതെ, അപ്പോൾ MBBSഉം BDSഉം മാത്രമല്ല, ഈ കാണുന്ന ആയുർവേദ, ഹോമിയോപ്പതി, സിദ്ധ, യുനാനി തുടങ്ങിയ എല്ലാ കോഴ്സുകൾക്കും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അതിന്റെ ബേസിലായിരിക്കും അലോട്ട്മെന്റ് പ്രോസസ് നടക്കുക. ആൻഡ് ഹായ് എവരിവൺ, ദിസ് ഈസ് ഏജെ. സോ മക്കളെ, നീറ്റ് റിസൾട്ട് ഒക്കെ വന്നിരിക്കുകയാണ്. ഇനി വരാനുള്ളത് അലോട്ട്മെന്റ് പ്രോസസ് ആണല്ലേ. എല്ലാവർക്കും ഏറെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അലോട്ട്മെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് നിരവധി ഡൗട്ട് ഉണ്ട്. അപ്പൊ അതിനു മുൻപ് സ്റ്റേറ്റ് കൗൺസിലിംഗ് അല്ലെങ്കിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ 85% സീറ്റുകളിലേക്ക് MBBSനും BDSനും മറ്റ് നിരവധി മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് പ്രവേശനം വേണം. അതിനുവേണ്ടി അലോട്ട്മെന്റ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് നിങ്ങളുടെ നീറ്റ് റിസൾട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് സിയുടെ വെബ്സൈറ്റിൽ. അതെന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾ കുറച്ച് കെയർഫുൾ ആയിട്ട് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ക്ഷമയോടുകൂടി കാണുക, വളരെ കെയർഫുൾ ആയിട്ട് കാണുക. ബിക്കോസ് നിങ്ങളുടെ പ്രവേശനത്തെ തന്നെ ബാധിക്കുന്ന, അല്ലെങ്കിൽ ചില ആൾക്കാർ ഈ ഒരു അപ്ലോഡിങ്ങും കാര്യങ്ങളും ഒക്കെ മറക്കാറുണ്ട്. ആ ഒരു ഡേറ്റിന് ശേഷമാണ് ഞങ്ങൾ ഇത് ചെയ്തില്ല എന്നുള്ളൊരു കാര്യം അവർ നോട്ടിഫൈ ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും വരരുത്. അതിനുവേണ്ടി വളരെ ക്ലിയർ ആയിട്ട്, കെയർഫുൾ ആയിട്ട്, വളരെ പേഷ്യൻ്റ് ആയിട്ട്, ക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കുക. യെസ്, കാണുക. ഓക്കെ, അപ്പൊ ആദ്യം നടക്കാൻ പോകുന്നത് എന്ത് കൗൺസിലിംഗ് ആണ്, എന്ത് അലോട്ട്മെന്റ് ആണ്? ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളിലേക്കുള്ള അലോട്ട്മെന്റ് ആണ്. ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെന്റ് ആണ്. യെസ്, അപ്പോൾ ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗ് നടക്കുന്നത് ഏത് വെബ്സൈറ്റിലൂടെയാണ്? mcc.nic.in എന്നുള്ള MCCയുടെ വെബ്സൈറ്റിലൂടെയാണ്. ഇതിനെക്കുറിച്ച് ഒരു കാര്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇന്ന് നമ്മൾക്ക് അറിയേണ്ടത് സ്റ്റേറ്റ് കൗൺസിലിംഗിനെ കുറിച്ചാണ്. ഓക്കെ, കേരളത്തിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സിനെ കുറിച്ചാണ്. ഓക്കെ, കേരളത്തിന്റെ അലോട്ട്മെന്റ് പ്രോസസ്. അപ്പൊ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗിലേക്ക് MCC നടത്തുന്ന കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ മുഴുവൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെയും 15% സീറ്റ്. ഇപ്പൊ കേരളത്തിലെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ 15% സീറ്റ്, അല്ലെങ്കിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ 15% സീറ്റ്. ഈ സീറ്റൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു MCCയുടെ വെബ്സൈറ്റിൽ കൂടെ ഡയറക്റ്റ് ആയിട്ട് ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ നീറ്റിന്റെ സ്കോർ ഉണ്ട്, നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ട്, വേറൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ടേക്ക് പോകാം? അലോട്ട്മെന്റിലേക്ക് പോകാം. എന്നാൽ കേരളത്തിന്റെ, നമ്മുടെ സ്റ്റേറ്റ് അലോട്ട്മെന്റിലേക്ക്, സ്റ്റേറ്റ് കൗൺസിലിംഗിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അതിനു മുൻപ് എന്ത് വേണം? കേരളത്തിന്റെ മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം, അല്ലെ? കേരളത്തിന്റെ മെഡിക്കൽ റാങ്ക് ലിസ്റ്റിന്റെ ബേസിലാണ് കേരളത്തിലെ MBBS ഏതൊക്കെ കോഴ്സുകളാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്തത് പറഞ്ഞുതരാം കേട്ടോ. അടുത്ത സ്ലൈഡിൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ എന്ത് വേണം നമുക്ക്? കേരളത്തിന് മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വേണം. ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് എന്താ? നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് ആണ് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളത്. ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലെയും കുട്ടികളുടെ റാങ്ക് ആണുള്ളത്. അതിൽ നിങ്ങൾക്ക് എത്രാമത്തെ പൊസിഷൻ ആണ്? ചിലപ്പോൾ നിങ്ങൾ 2000 ആയിരിക്കാം, 4000 ആയിരിക്കാം, 1 lakh ആയിരിക്കാം, അല്ലെ 10 ലക്ഷം ആയിരിക്കാം. അതാണ് നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് ആണ് ഇപ്പൊ കയ്യിലുള്ളത്. ഈ ഓൾ ഇന്ത്യ റാങ്കിൽ നിന്ന് നിങ്ങൾ എങ്ങോട്ടേക്ക് പോകണം? കേരള മെഡിക്കൽ റാങ്ക്. ആ ഒരു കേരള റാങ്ക് നിങ്ങൾക്ക് അറിയണം. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടണമെങ്കിൽ നേരിട്ട് അലോട്ട്മെന്റിലേക്ക് കയറി പോകാൻ പറ്റുമോ? ഇല്ല. നിങ്ങളുടെ കയ്യിൽ നിലവിലുള്ള നീറ്റിന്റെ റിസൾട്ട് കേരള എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിനൊരു ഡേറ്റ് വരും. നിലവിൽ അതിന്റെ ഡേറ്റ് വന്നിട്ടില്ല. അപ്പൊ പല കുട്ടികളും ചോദിക്കുന്നുണ്ട്, എന്നാണ് ആ ഡേറ്റ് വരിക? ഇപ്പൊ ഡേറ്റ് വന്നിട്ടുണ്ടോ? പലർക്കും കൺഫ്യൂഷൻ ആണ്. അത് കൺഫ്യൂസിങ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത്, ഓൾറെഡി എഞ്ചിനീയറിംഗിന് വേണ്ടി അപേക്ഷിച്ച കുട്ടികൾ, കീം എക്സാം എഴുതി എഞ്ചിനീയറിംഗ് പോകാൻ ആഗ്രഹിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ ആ ഒരു മാർക്ക്, +2 മാർക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കീമിന്റെ വെബ്സൈറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അതേപോലെ ഇപ്പൊ എന്ത് വന്നിട്ടുണ്ട്? ആർക്കിടെക്ചർ പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ നേറ്റ സ്കോറും എൻട്രൻസിന്റെ സ്കോറും അതേപോലെ +2 സ്കോറും അപ്ലോഡ് ചെയ്യാനുള്ള ടൈം ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കണ്ട് എൻ്റെ കുട്ടികൾ വിഷമിക്കരുത്, ടെൻഷൻ അടിക്കരുത്. നമ്മുടെ അവസരം വന്നെത്തിയിട്ടില്ല. മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ നീറ്റിന്റെ റിസൾട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല. നിലവിൽ എഞ്ചിനീയറിംഗുകാരും അതേപോലെ ആർക്കിടെക്ചറുകാരുമാണ് അവരുടെ സ്കോറും കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ,
ഇനി നിങ്ങൾക്ക് എന്നായിരിക്കും വരിക? മെഡിക്കൽ MBBS-ഉം BDS-ഉം ഫിഷറീസും ഫോറസ്ട്രിയും ഒക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് എന്നായിരിക്കും വരിക? നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കഴിഞ്ഞ വർഷം 2024 ഓഗസ്റ്റ് 7 നോട്ടിഫിക്കേഷൻ വന്നത്. ഓക്കെ, ഓഗസ്റ്റ് 7 നമ്മുടെ നീറ്റ് റിസൾട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നത്. വളരെ ഡിലേ ആണ് അതിവിടെ വന്നത്. കാരണം നിങ്ങൾക്കറിയാം, നീറ്റിന് റിസൾട്ട് ഒക്കെ പബ്ലിഷ് ചെയ്തിരുന്നു. എന്തുകൊണ്ടാ? കുറെ കുട്ടികൾക്ക് ഫിസിക്സിന്റെ ഒരു ക്വസ്റ്റ്യനിൽ പ്രോബ്ലം വന്ന്, ഓൾഡ് NCERT ന്യൂ NCERT പ്രോബ്ലം വന്ന് ആ ഒരു ആൻസറിന് മാറ്റം വന്ന് അങ്ങനെ കുറെ അധികം കുട്ടികളുടെ മാർക്ക് നഷ്ടമായി. അതേപോലെ ഗ്രേസ് മാർക്കിന്റെ ഇഷ്യൂ വന്ന് കുറെ അധികം കുട്ടികളുടെ മാർക്ക് നഷ്ടമായി. നീറ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യേണ്ടി വന്നു, റിസൾട്ട് പ്രഖ്യാപിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റിനും ഡിലേ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 7 വന്നത്. ഈ വർഷം കുറച്ചുകൂടി നേരത്തെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ജൂലൈ മന്തിൽ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്നാണോ വരുന്നത് അത് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ആ ഒരു അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു തരാം. അപ്പൊ എങ്ങനെയാണ് എന്നായിരിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം. യെസ്, അപ്പൊ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ്, ഇത്തവണ നമ്മൾ ജൂലൈയിൽ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഏതൊക്കെ കോഴ്സുകളിലേക്ക് ആഗ്രഹിക്കുന്നവരാണ് ഇത് കൊടുക്കേണ്ടത്? ഏതൊക്കെ കോഴ്സുകളിലേക്ക് എന്ന് ചോദിച്ചാൽ MBBS, BDS, ഇത് കൂടാതെ ആയുർവേദ, സിദ്ധ, യുനാനി, മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സസ്, ഇതൊക്കെ മെഡിക്കൽ കോഴ്സസ് ആണ്. ഇപ്പൊ MBBS-ഉം BDS-ഉം പറയുകയാണെങ്കിൽ ഇപ്പൊ കേരളത്തിലെ കോളേജുകളുടെ 15% ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് പോകും. ബാക്കി 85%ത്തിലേക്കായിരിക്കും എന്ത്? സ്റ്റേറ്റ് മെഡിക്കൽ റാങ്ക് ലിസ്റ്റിന്റെ, കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിന്റെ ബേസിൽ അഡ്മിഷൻ പ്രോസസ് നടക്കുക. ഓക്കെ, ബാക്കി എല്ലാ കോഴ്സുകളും ഉണ്ട്. ഇതേപോലെ ആയുഷ് കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ചൊന്നും ഇതിനകത്ത് ഞാൻ മിക്സ് ചെയ്ത് കൺഫ്യൂഷൻ ആക്കുന്നില്ല. എനിവേ, MBBS ആഗ്രഹിക്കുന്നവർ, BDS ആഗ്രഹിക്കുന്നവർ, ആയുർവേദ ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്നവർ, ഹോമിയോപ്പതി എടുക്കുന്നവർ, സിദ്ധ, യുനാനി, ദെൻ ബാക്കി മെഡിക്കൽ അലൈഡ് കോഴ്സസ് ആയിട്ടുള്ള BSc Agriculture, BSc Honours Agriculture, Corporation and Banking, BTech Biotechnology, Climate Change, BSc Forestry, Veterinary, BVSc ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും അല്ലേ. ദെൻ ഫിഷറീസ്, ഈ ഒരു കോഴ്സസ് ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ മാർക്ക്, നിങ്ങളുടെ നീറ്റ് റിസൾട്ട് നമ്മുടെ എൻട്രൻസ് കമ്മീഷണറുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. കേരളത്തിന്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ സ്റ്റേറ്റ് കൗൺസിലിംഗിൽ, കേരളത്തിന്റെ കൗൺസിലിംഗിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതൊക്കെ നടക്കുന്നത് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിന്റെ ബേസിലാണ്. ഇപ്പൊ വന്നിരിക്കുന്ന ഓൾ ഇന്ത്യ റാങ്കിന്റെ ബേസിലല്ല, കേരളത്തിലെ നിങ്ങളുടെ റാങ്കിന്റെ ബേസിലാണ് ഇവിടേക്കൊക്കെ അലോട്ട്മെന്റ് പ്രോസസ് നടക്കാം. ഓക്കെ അല്ലേ? മുഴുവൻ സീറ്റുകളെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഓൾ ഇന്ത്യ കോട്ട സീറ്റുകൾ ഒഴിച്ചുള്ള ബാക്കിയുള്ള സീറ്റുകളുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇവരൊക്കെ എന്ത് ചെയ്യണം? മാർക്ക് അല്ലെങ്കിൽ റിസൾട്ട് അപ്ലോഡ് ചെയ്യണം. ഇനി എങ്ങനെയാണ് റിസൾട്ട് അപ്ലോഡ് ചെയ്യുക? നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നിങ്ങളുടെ വീട്ടിലെ സിസ്റ്റം ഉപയോഗിച്ച് ഈ ഒരു 4 സ്റ്റെപ്പിലൂടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ നീറ്റ് റിസൾട്ട് അപ്ലോഡ് ചെയ്യാം. ഒന്നുമില്ല, വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആദ്യം നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് www.ce.kerala.gov.in. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിലാണ് ഇനി നിങ്ങൾക്ക് എല്ലാ അപ്ഡേഷൻസും കാര്യങ്ങളും കിട്ടുക. അലോട്ട്മെന്റ് പ്രോസസ്സുമായിട്ട്, കേരളത്തിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വരുന്നത് ഈ ഒരു വെബ്സൈറ്റിലായിരിക്കും. എഞ്ചിനീയറിംഗ് ആഗ്രഹിക്കുന്നവരും ആർക്കിടെക്ചർ ആഗ്രഹിക്കുന്നവരും ബാക്കി MBBS, BDS, മെഡിക്കൽ അലൈഡ് കോഴ്സസ് എല്ലാം ആഗ്രഹിക്കുന്ന കുട്ടികളും ഈ ഒരു വെബ്സൈറ്റ് ആയിരിക്കും അലോട്ട്മെന്റിന് വേണ്ടി നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ്. നമ്മുടെ ക്രോമിൽ കയറുക, ക്രോമിൽ കയറിയിട്ട് നിങ്ങൾ ce.kerala.gov.in കംപ്ലീറ്റ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കീം 2025 എന്ന് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും. സോ ഈ ഒരു വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഹോം പേജിലേക്ക് കയറും. ഓക്കെ, ഈ ഒരു പേജിൽ നമുക്ക് കാണാൻ സാധിക്കും കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ. മക്കളെ ഇത് കണ്ടോ, കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ. ഈ ഒരു കാൻഡിഡേറ്റ് പോർട്ടലിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തും. കീം 2025 എന്നുള്ള ഒരു പേജിലേക്ക് എത്തും. ഇതിന്റെ താഴെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ കാണാം. ഓക്കെ, ഈ കാൻഡിഡേറ്റ് ലോഗിനിൽ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുന്ന വേണ്ട, കാൻഡിഡേറ്റ് ലോഗിനുള്ള ആപ്ലിക്കേഷൻ നമ്പർ കാണാം. നീ 2025 നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക, തന്നെ ഈ ഒരു ആക്സസ് കോഡും കൂടി കൊടുത്ത് ലോഗിൻ ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പൊ ലോഗിൻ ചെയ്യാൻ നിങ്ങൾക്കൊക്കെ അറിയാം. കാൻഡിഡേറ്റ് ലോഗിനിൽ കയറിയിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് നീറ്റ് റിസൾട്ട് സബ്മിഷൻ എന്നൊരു ഓപ്ഷൻ കാണും. നിലവിലില്ല, ഇപ്പോൾ അതില്ല.
ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കൂ. ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഇപ്പൊ എന്താ വന്നിട്ടുള്ളത്? എഞ്ചിനീയറിംഗിന്റെയും ആർക്കിടെക്ചറിന്റെയുമാണ് വന്നിട്ടുള്ളത്. MBBS കാരുടെ വന്നോ? ഇല്ല. BDS കാരുടെ വന്നോ? ഇല്ല. ഫിഷറീസിന്റെ വന്നോ? ഇല്ല. ഓക്കെ, BVSC വന്നോ? ഇല്ല. അതൊന്നും വന്നിട്ടില്ല. ആ അലോട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ അതൊന്നും നിലവിൽ വന്നിട്ടില്ല. വന്ന് കഴിയുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ് മിസ് പറയുന്നത്. ഓക്കെ, അപ്പൊ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറുന്നു. അവിടെ എന്ത് കാണാം? നീറ്റ് റിസൾട്ട് സബ്മിഷൻ കാണാം. ഇപ്പൊ കയറിയാൽ കാണാൻ പറ്റൂല്ല. ഓക്കെ, 2024 ഇത് കഴിഞ്ഞ വർഷത്തെയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് 2025 എന്ന് പറഞ്ഞ് ഈ വർഷത്തെ കാണാൻ സാധിക്കും. ഓക്കെ, അവിടെ നിങ്ങൾ എന്ത് കൊടുക്കണം? അവിടെ നിങ്ങൾ നിങ്ങളുടെ ഈ 2025ന്റെ ഈ വർഷത്തെ നിങ്ങളുടെ റോൾ നമ്പർ, അതേപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്രയും നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ കാർഡ് കാണാൻ സാധിക്കും. അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? കാൻഡിഡേറ്റിന്റെ നെയിം, ഫാദറിന്റെ നെയിം, മദറിന്റെ നെയിം, അതേപോലെ നിങ്ങളുടെ നീറ്റ് 2025ന്റെ പെർസെന്റൈൽ സ്കോർ കാണാൻ സാധിക്കും. ഓൾ ഇന്ത്യ റാങ്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഒക്കെ കറക്റ്റ് ആണ്, ക്ലിയർ ആണ്, എല്ലാം നിങ്ങൾ വെരിഫൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ്? അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റിന്റെ നെയിം, അതേപോലെ മദറിന്റെ നെയിം, ഫാദറിന്റെ നെയിം, നീറ്റിന്റെ റിസൾട്ട്, അതായത് അവിടുത്തെ പെർസെന്റേജ് സ്കോറും, അതേപോലെ ഓൾ ഇന്ത്യ റാങ്കും നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ഒരു NTA വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് വെരിഫൈ ചെയ്യുക. വെരിഫൈഡ് സബ്മിറ്റ് കൊടുക്കുക. ഇത്ര കാര്യങ്ങൾ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് കൊടുത്താൽ മാത്രമേ കേരളത്തിന്റെ മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യപ്പെടത്തുള്ളൂ. നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് 1 lakh ആയിരിക്കും, 1 ലക്ഷം ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇത് കൊടുത്തു കഴിയുമ്പോൾ കേരള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിൽ നിങ്ങൾ 8,000 9,000 10,000 ഒക്കെ റാങ്കിലായിരിക്കും. ആ ഒരു റാങ്കിന്റെ ബേസിലാണ് എന്ത് നടക്കുക? നമ്മൾ ഈ പറഞ്ഞ ഇങ്ങോട്ടേക്കൊക്കെയുള്ള അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുക. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 85% സീറ്റിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടണം. അല്ലെങ്കിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ BDSന് പോകണമെങ്കിൽ 85% സീറ്റിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ വേണം. നിങ്ങൾക്ക് BDSന് പോകണം. അല്ലെങ്കിൽ കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, പ്രൈവറ്റ് കോളേജുകളുണ്ട്. ഈ പ്രൈവറ്റ് കോളേജുകളുടെ MBBS BDS സീറ്റുകളിലേക്ക്, NRI കോട്ട സീറ്റുകളിലേക്ക് എല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തീർച്ചയായും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കണം. അപ്പൊ അങ്ങനെ ഉൾപ്പെടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇപ്പോൾ നിലവിൽ നീറ്റിന്റെ റിസൾട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഡേറ്റ് ആയോ? അഗെയിൻ ഞാൻ പറയാണ്, ഡേറ്റ് ആയിട്ടില്ല. ഡേറ്റ് ആകുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും. അപ്പൊ നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്തത്. കാരണം ആർക്കിടെക്ചറും എഞ്ചിനീയറിംഗും ഒക്കെ വന്നിട്ടുള്ളത് കൊണ്ട് പല കുട്ടികൾക്കും ഇത് എപ്പോഴാണ് വരിക എന്നുള്ളൊരു ആൻസൈറ്റിയാണ്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിലവിൽ വന്നിട്ടില്ല. അതേപോലെ ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗ്, ഓൾ ഇന്ത്യ കൗൺസിലിംഗിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ യാതൊരു കാര്യവും ചെയ്യേണ്ടതായിട്ടില്ല. നേരിട്ട് നിങ്ങൾക്ക് MCCയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അലോട്ട്മെന്റ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിൻ്റെയും യാതൊരു അപ്ഡേഷൻസും കാര്യങ്ങളും വന്നിട്ടില്ല. അപ്പോൾ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് റെഡി ആക്കി വെക്കുക. കീമിലേക്ക് വേണ്ട ഡോക്യുമെന്റ്സും കാര്യങ്ങളും, അതേപോലെ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗിൽ അഡ്മിഷൻ കിട്ടിയാൽ, എയിംസ് കോളേജുകളിലോ അല്ലെങ്കിൽ ജിപ്മർ കോളേജുകളിലോ ഒക്കെ ലഭിച്ചാൽ അവിടേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ട ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് വെക്കുക. അപ്പോൾ എനിവേ ഡേറ്റ് വന്നാൽ ഉടൻ നമ്മൾ എത്തുന്നതായിരിക്കും. ഡോണ്ട് വറി. നിങ്ങൾ എപ്പോഴും ഈ 2 വെബ്സൈറ്റും ഒന്ന് വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സിയുടെ വെബ്സൈറ്റും MCCയുടെ വെബ്സൈറ്റും എപ്പോഴും നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. നോക്കിയിരിക്കണം. ബിക്കോസ് ഒന്നും മിസ് ചെയ്യാൻ പാടില്ല. പ്രൊഫൈൽ വെരിഫിക്കേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ മാർക്ക് അപ്ലോഡിങ്ങോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മളത് മിസ് ചെയ്യാൻ പാടില്ല. സോ സ്റ്റേ ട്യൂൺ. നമുക്ക് ഇനിയും കാണാം. ബൈ.